JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതപ്പം നമുക്ക് ഏതൊക്കെയാണ് എന്ന് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. ഗസറ്റ് ഡേറ്റ് 30/12/2025. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 4/2/2026 ആണ്. കാറ്റഗറി നമ്പർ 609/2025. പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്, മത്സ്യഫെഡിലാണ്. നെയിം ഓഫ് പോസ്റ്റ് മാനേജർ ആണ്. സ്കെയിൽ ഓഫ് പേ 63,700, 1,23,700 ആണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഏജ് ലിമിറ്റ് 18 to 40 ആണ്. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1985 ആൻഡ് 1/1/2007. ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ OBC-കാർക്കും SC/ST-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് MCA or BTech IT or BTech Computer Science from a recognized university or its equivalent with 5 years experience in central state government service or public sector undertakings or registered private sector undertakings. ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതിയാവും. ഈ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യതയും ഉണ്ടായാൽ മതിയാവും. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/12/2025. ലാസ്റ്റ് ഡേറ്റ് 4/2/2026. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 4/2/2026 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 610/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ആണ്. ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 56,500, 1/18/100 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 19 to 41 ആണ്. Only candidates born between 2/1/1984 and 1/1/2006. Board dates included are eligible to apply for this post ആണ്. അതുപോലെ തന്നെ OBC-കാർക്കും SC/ST-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പഞ്ചകർമ്മ, സലിയ, കായസിക്സ, ഷൽക്കിയ, ടംറ്റ awarded or recognized by any of the universities in Kerala. Registration with the Travancore Cochin Medical Council. അതുപോലെ തന്നെ മിനിമം 5 years എക്സ്പീരിയൻസ് ഇൻ പഞ്ചകർമ്മ, അതാണ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. 5 വർഷത്തെ മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 19 to 41 ആണ് ജനറൽ കാറ്റഗറിക്ക്. അതുപോലെ തന്നെ OBC-കാർക്കും SC/ST-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/12/2025. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 4/2/2026 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 611/2025 ആണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സൈക്കോളജി ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200, 1/15/300 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 20 to 40 ആണ്. 2/1/1985 ആൻഡ് 1/1/2005. ബോർഡ് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ OBC-കാർക്കും SC/ST-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ദ concerned subject with not less than 50% mark from any of the universities in Kerala. അതുപോലെ തന്നെ B.Ed in the concerned subject acquired after a regular course of study from any of the universities in Kerala. അപ്പോൾ ഇതിന്റെ യോഗ്യതയെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് 20 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/12/2025. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 4/2/2026 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 612/2025 ആണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ജിയോളജി ആണ്, ജൂനിയർ. സ്കെയിൽ ഓഫ് പേ 55,600, 95,600 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഏജ് ലിമിറ്റ് 20 to 40 ആണ്. 2/1/1985 ആൻഡ് 1/1/2005. ബോർഡ് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ OBC-കാർക്ക് 43 വയസ്സ് വരെ, SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ
ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക് ഫ്രം എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതുപോലെ തന്നെ B.Ed ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് അക്വേർഡ് ആഫ്റ്റർ എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഫ്രം എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. In the absence of person with B.Ed degree in the concerned subject, B.Ed degree acquired in the concerned faculty as specified in the acts and statutes of any of the universities in Kerala. യോഗ്യതയെ സംബന്ധിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 20 to 40 ആണ് ജനറൽ കാറ്റഗറിക്ക്. OBC-കാർക്കും SC/ST-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 614/2025 ആണ്. പാർട്ട് 1 ജനറൽ കാറ്റഗറി. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ആണ്. സ്കെയിൽ ഓഫ് പേ 35,700 75,600 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. അതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 to 40 ആണ്. 2/1/1985 ആൻഡ് 1/1/2007. ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആർ അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാം. ഇതിലെ യോഗ്യത എന്ന് പറയുന്നത് MCA, B.Tech IT, B.Tech കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/12/2025. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 4/2/2026 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 626/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ്. നെയിം ഓഫ് പോസ്റ്റ് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് ഗ്രേഡ് 2 ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 31,100 66,800 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. പാലക്കാട് 2 എണ്ണമാണുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. കണ്ണൂരുള്ള വേക്കൻസി കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല, അപ്പോൾ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 to 41 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. 2/1/1984 ആൻഡ് 1/1/2007. ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ OBC-കാർക്കും SC/ST-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. അതുപോലെ തന്നെ ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. അപ്പോൾ ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 to 41. അടുത്ത് ഗസറ്റ് ഡേറ്റ് 30/12/2025. ലാസ്റ്റ് ഡേറ്റ് 4/2/2026 ആണ്. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 4/2/2026 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 630/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് മോട്ടോർ മെക്കാനിക് ആണ്. സ്കെയിൽ ഓഫ് പേ 26,500 60,700 ആണ്. ഇതിന്റെ വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. എറണാകുളം 1, ആലപ്പുഴ 1, എറണാകുളം 2, തൃശ്ശൂർ 1, പാലക്കാട് 1 ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 to 39 ആണ്. 2/1/1986 ആൻഡ് 1/1/2007. ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ OBC-കാർക്കും SC/ST-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ യോഗ്യത ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് issued after 18 months course in industrial training institute with 6 months in-plant training compulsory. അതുപോലെ തന്നെ 2 years practical experience in the repairs and maintenance of motor vehicle in a recognized automobile workshop. 3 possessions of a motor driving license. അപ്പോൾ ഇത്രയുമാണ് ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ഇതിൽ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.